മേഡം ഈ പല കുട്ടികളും മേഡത്തിന്റെ മുമ്പ് അഭ്യസിക്കാൻ വരുന്നുണ്ട്, കല അഭ്യസിക്കാൻ വരുന്നുണ്ട്. ഈ അല്ല, മേഡത്തിന്റെ മുമ്പ് ഈ കല അഭ്യസിക്കാൻ വരുന്നവര് കറുത്ത കുട്ടികൾ മേഡത്തിന്റെ മുന്നിൽ കല അഭ്യസിക്കാൻ വന്നാൽ അവർക്ക് പരിശീലനം കൊടുക്കില്ല? പരിശീലനം കൊടുക്കും. മോളെ മത്സരത്തിന് പോകണ്ടെന്ന് പറഞ്ഞാൽ മോൾ മത്സരത്തിന് പോകണ്ട, പഠിച്ച നല്ല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും കളിക്കുമ്പോൾ പ്രശ്നമില്ല. മത്സരത്തിന് മുമ്പ് സൗന്ദര്യത്തിന് ഒരു കോളുണ്ട്, സൗന്ദര്യം ഇല്ലെങ്കിൽ ഒരു മേഡത്തെ പോലുള്ളവർ ഇടപെട്ടല്ലേ ആ സൗന്ദര്യം എന്നുള്ള മാനദണ്ഡം എടുത്ത് കളയേണ്ടത്. അതിന് പകരം ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഒരിക്കലുമില്ല. ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ച ഒരു കാര്യം നടക്കില്ല. ഇപ്പൊ തന്നെ യൂണിവേഴ്സിറ്റിക്ക് എന്ത് നടന്നു? ഞങ്ങൾ കലാകാരന്മാർ വിചാരിച്ചിട്ട് വല്ലതും നടന്ന ഇല്ലല്ലോ, നടന്ന ഇല്ല. ഗവൺമെന്റ് തന്നെ വിചാരിക്കണം, ആ കോളെടുത്ത് കളയണം. പിള്ളേർക്ക് സൗന്ദര്യം ഇല്ലെങ്കിലും കളിക്കണം. ഞങ്ങൾക്ക് തിയറിയിലേ, ഞങ്ങൾ ഡിപ്ലോമയൊക്കെ എടുത്തവരാ. ഈ തിയറിയിൽ ഞങ്ങൾക്ക് ഒരു നർത്തകിക്ക് വേണ്ട ലക്ഷണങ്ങളുണ്ട്. മനസ്സിലായ? എന്തോന്ന് ആരാ? ഞങ്ങൾ മനസ്സിലായില്ല. അതിന്റെ തുടക്കം പറ. ഞങ്ങളെന്ന് വെച്ചാല് അടുത്തന്നെ ഞങ്ങൾ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള സ്ഥാപനങ്ങളിലെ ടീച്ചേഴ്സിന് പഠിക്കാനുണ്ടെന്നത്. അതുപോലെ RLV രാമകൃഷ്ണൻ ഇക്കാര്യത്തിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്, അതിന് വിലയില്ലെന്നാണോ? ഞാൻ ചോദിക്കട്ടെ, RLV ആയിട്ട് ഞാനായിട്ട് ഒരു ബന്ധമില്ല. RLV പറയുന്നത് അങ്ങനെ ബന്ധമില്ല എന്ന് പറയുമ്പോൾ മുമ്പ് തന്നെ പലപ്പോഴും പലതരത്തിലൊരു അധിക്ഷേപം മേഡം നടത്തിയിട്ടുണ്ട്. എനിക്ക് എന്താ മുമ്പും മേഡം ഈ തരത്തിൽ പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്, പലതരത്തിൽ അധിക്ഷേപം നടത്തിയിട്ടുണ്ട്. അതിന്റെ തുടർച്ചയാണ്. കൊണ്ടുവരാൻ പറ, അയാളോട് കൊണ്ടുവരാൻ പറ. മേഡം പറഞ്ഞ ഞങ്ങൾ എടുത്ത ഡിപ്ലോമയ്ക്ക് ആയിക്കോട്ടെ. ഒരു കാര്യം ചോദിച്ചു, ഞങ്ങൾ പറഞ്ഞു നിങ്ങളെല്ലാവരും ഞങ്ങളല്ലേ? ആയിക്കോട്ടെ, അതായിക്കോട്ടെ, അത് അംഗീകരിക്കുന്നത്. മേഡം പറഞ്ഞ മേഡവും ഞങ്ങളും എടുത്ത ഡിപ്ലോമയ്ക്ക് ഏതോ ഒരു ചാനലിലെ ഒരു കുട്ടി എന്തോ പ്രശ്നം ഉണ്ടാക്കിയപ്പോ നിങ്ങൾ എല്ലാവരും ഒത്തല്ലോ, അതുപോലെ ഞങ്ങൾ ഒക്കും. അതോത്തോ ആരാ ഒക്കുന്നത്? ഇപ്പൊ മേഡത്തോടൊപ്പം നിൽക്കുന്ന മേതിൽ ദേവികയാകട്ടെ, മറ്റു നീന പ്രസാദ് ആവട്ടെ, എല്ലാവരും പറയുന്നുണ്ട് മേഡം പറഞ്ഞത് ശരിയായില്ല എന്ന്. പിന്നെ ആരാ ഒക്കുന്നത്? എനിക്ക് നീന പ്രസാദിന്റെ മേതിൽ ദേവികയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട, കേട്ടല്ല. ഞങ്ങളാ അവരാ. ഞാൻ ചോദിക്കട്ടെ, നീന പ്രസാദ് ഏത് സ്ഥാപനത്തിൽ കോഴ്സ് കഴിഞ്ഞു? ഡിപ്ലോമ എടുത്തിട്ടുണ്ടോ? അപ്പൊ പിന്നെ എന്തിനാ നീന പ്രസാദ് പറഞ്ഞു, മേതിൽ ദേവിക പറഞ്ഞു എന്നൊന്ന് എന്റെ വീട്ടിൽ വന്ന് നിങ്ങൾ പറയാം. അതായിക്കോട്ടെ, ഞങ്ങൾ കലാകാരന്മാരെന്നല്ല കലാമണ്ഡലത്തിൽ പഠിച്ച ടീച്ചർ. കലാമണ്ഡലത്തിൽ പഠിച്ചിറങ്ങി നിങ്ങളുടെ ഡിപ്ലോമയ്ക്ക് വിലയുണ്ട്, RLV രാമകൃഷ്ണന്റെ പോലുള്ള ഡോക്ടറേറ്റിന് വിലയില്ലെന്നാണ്. എന്റെ സഹോദര, RLV ആയിട്ട് ഞാൻ ഒരു ബന്ധമില്ല. അവര് ഡിപ്ലോമയാണോ ഡോക്ടറേറ്റ് ആണോ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഒരാവശ്യമില്ല, എനിക്ക് ഒരു പരിചയമില്ല. ഇല്ല, പ്രശ്നം ഉണ്ടോ ഇല്ല എന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? പ്രശ്നമുണ്ടെന്ന് RLV പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ പ്രശ്നമെല്ലാം അറിയണോ? അങ്ങനെ എനിക്ക് പറയാൻ സൗകര്യം ഇല്ലെങ്കിലാ അഭിപ്രായം, എന്റെ സ്വന്തം അഭിപ്രായം എനിക്ക് പറയാൻ നിങ്ങളോട്. ഒരു കലാകാരിക്ക് ഇത്രയും ധാർഷ്ട്യം പാടുണ്ടോ മേഡം? ഇത്രയും ധാർഷ്ട്യം പാടുണ്ടോ ഒരു കലാകാരിക്ക്? എന്റെ വീടാ, മനസ്സിലായില്ല? അതുകൊണ്ട് എന്തോ കലാകാരി എന്നുള്ള അഡ്രസ്സിൽ എന്തുമാകാം. സംസാരിക്കാൻ ഇഷ്ടമല്ലാന്ന് നിങ്ങളുടെ റിപ്പോർട്ടറിൽ ഞാൻ വിളിച്ചു പറഞ്ഞു. എന്റെ കയ്യിൽ തെളിവുണ്ട്. ഈ കുട്ടിയോട് ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്ക് താല്പര്യമില്ലെന്ന്. പിന്നെ നിങ്ങൾ എന്തിനു വന്നു? കേൾക്കണം, മേഡത്തിന് പറയാനുള്ള കേൾക്കണം. പറയാനുള്ള കേൾക്കുമ്പോ മര്യാദയായിട്ട് കേട്ടിട്ട് പോകണം. മര്യാദയ്ക്ക് പറഞ്ഞാൽ മര്യാദയ്ക്ക് കേൾക്കും. മറുപടി കേട്ടിട്ട് പോകണം. അങ്ങനെ കേട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ മാം. അങ്ങനെ പറയുന്നത് കേട്ടിട്ട് പോകാനല്ലോ, കേട്ടിട്ട് പോകാനല്ലോ. മര്യാദയ്ക്ക് പറഞ്ഞാൽ മര്യാദയ്ക്ക് കേട്ടിട്ട് പോകും. ധാർഷ്ട്യത്തോട് പറഞ്ഞാൽ ചോദിക്കൂ. ഇല്ല, റിപ്പോർട്ടറെ ഞാൻ ഇതിനകത്ത് കയറ്റൂലെന്ന് ഞാൻ ശബ്ദം ചെയ്തിട്ടുള്ള ഒരാളാണ്. മനസ്സിലായില്ല? നിങ്ങൾ എന്തിനാ വന്നേ? ഞാൻ വരണ്ടെന്ന് പറഞ്ഞില്ല. വരും. പിന്നെ വരും. വരേണ്ട ആവശ്യമുണ്ട്. പോയാ മതി, ഇത്രയൊക്കെ മതി.